ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു ചോദ്യവും ഉത്തരവും. ചോദ്യം: ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ ധനവാന്റെ പേരിലുണ്ടായിരുന്ന കുറ്റം എന്തായിരുന്നു? ലാസർ എന്ത് നന്മ ചെയ്തു? ഉത്തരം: 1. ധനത്തെ ആശ്രയിക്കുന്നത് മൂലം മനുഷ്യന് ദൈവാശ്രയവും ദൈവവിശ്വാസവും ഇല്ലാതായിത്തീരുന്നു. ധനത്തെ സ്നേഹിക്കുന്നവന് അല്ലെങ്കിൽ സേവിക്കുന്നവന് ദൈവത്തെ സേവിപ്പാൻ സാധ്യമല്ല. വിശുദ്ധ ലൂക്കോസ് 16:13 എന്നുള്ള പരമാർത്ഥം പഠിപ്പിക്കുന്നതിനാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത്. ഇന്ന് നടക്കുന്ന പല കൊലപാതകങ്ങളും, അധ്യാപികയെ കുത്തിക്കൊല്ലുന്ന ശിഷ്യന്മാർ, വല്യപ്പന് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുന്ന കൊച്ചുമക്കൾ, അമ്മയെ ട്രെയിനിൻ്റെ മുകളിലേക്ക് തള്ളിയിടുന്ന മക്കൾ, ഇവരൊക്കെ ധനത്തിൽ ആശ്രയിക്കുന്നവരാണ്. അതിന് കാരണം ദൈവാശ്രയം ഇല്ലായ്മയും ധനവാന്റെ പേരുള്ള കുറ്റം അവൻ ദൈവവിശ്വാസമില്ലാത്തവനായിരുന്നു എന്നത്രേ. 2. അന്നത്തെ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് യഹൂദനായി പരിച്ഛേദനയേറ്റാൽ നരകത്തിൽ പോകില്ല, പോകാതെ വണ്ണം അബ്രഹാം പിതാവ് അവരെ രക്ഷിച്ചിരിക്കും എന്നാണ്. അതുകൊണ്ട് എങ്ങനെയും ജീവിക്കാം എന്ന ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. അത് മാറ്റേണ്ടിയിരുന്നു. ഇന്ന് രണ്ടാം ഇസ്രായേലിലെ നമ്മളും ഇത് ഓർത്തിരിക്കണം. 3. ലാസറിൻ്റെ നന്മയോ അവന് യാതൊന്നിലും ആശ്രയിക്കാനില്ലായിരുന്നതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നത് തന്നെ. ദൈവം അനുഗ്രഹിക്കട്ടെ.